27% മഴ കുറഞ്ഞു രാജ്യത്ത്. അതിനേക്കാളൊക്കെ പ്രധാനം, ഇന്ന് ഞാൻ മറ്റൊരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യുന്നത്. ഇതൊന്നും മുഖ്യധാര മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ആവശ്യമില്ലാത്ത വിവാദങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാമുണ്ട്. ലൈഫ് എന്നാണ് പറയുന്നത്, ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ്, ലൈഫ്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു വിവരം ഇന്ത്യ ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടുണ്ട്. 29.7% ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര പ്രദേശവും, അതായത് 97.85 മില്യൺ ഹെക്ടർ പ്രദേശമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ തരിശാകുന്നു, അല്ലെങ്കിൽ കൃഷിയോഗ്യമല്ല, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാറ്റമുണ്ടാകുന്നു, ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് മാറ്റമുണ്ടാകുന്നു, ആളുകളുടെ ഇടപെടലുകൾ കൊണ്ട് മാറ്റമുണ്ടാകുന്നു. എന്തായാലും 30% വരുന്ന ലാൻഡ് കൃത്യമായി ഇന്ത്യയിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 30.51 മില്യൺ ഹെക്ടർ സ്ഥലത്തിൻ്റെ ഹെൽത്ത് 2015-19 കാലയളവിൽ ലാൻഡിന് ലോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മണ്ണ് വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നു, അത് ഒലിച്ചു പോകുന്നു, നഷ്ടമാകുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഗ്രാമങ്ങളെ സംബന്ധിച്ചും വളരെ വലിയൊരു ഗൗരവതരമായ ഒരു സാമൂഹ്യ വിഷയമായി മാറുകയാണ്. 251.7 മില്യൺ ഇന്ത്യൻസ് എക്സ്പോസ്ഡ് ടു ലാൻഡ് ഡിഗ്രഡേഷൻ. ഭൂമിയുടെ ഡിഗ്രഡേഷൻ കൊണ്ട്, ഭൂമിയുടെ നാശം കൊണ്ട് 259.7 മില്യൺ ആളുകളാണ് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ 854 മില്യൺ പീപ്പിൾ എക്സ്പോസ്ഡ് ടു ഡ്രോട്ട് കണ്ടീഷൻ. വരൾച്ച കൊണ്ട് 854 ബില്യൺ ആളുകളാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ ഇന്ത്യ ഹോൾസ് 17.8% വേൾഡ് പോപ്പുലേഷൻ. ലോകത്തിൻ്റെ 17.250 രാജ്യമുള്ളതിൽ നമ്മളാകുന്ന ഒരു രാജ്യം മാത്രം 18% പോപ്പുലേഷനെ, ലോക പോപ്പുലേഷൻ്റെ 18% പോപ്പുലേഷൻ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ചെറിയ പോപ്പുലേഷൻ അല്ല. 19%-ൻ്റെ 20%-ഓളം കന്നുകാലി സമ്പത്ത് നമ്മുടേതാണ്. കന്നുകാലി സമ്പത്ത്, ലാൻഡ് ഇല്ലാതായാൽ, കൃഷി ഇല്ലാതായാൽ അനുബന്ധമായി തന്നെ കന്നുകാലി സമ്പത്തും ഇല്ലാതാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ 2.4% ലോക ഭൂമിയുടെ 2.4% മാത്രമുള്ള നമ്മൾ ലോക ജനസംഖ്യയുടെ 18% ആളുകളെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ജനസാന്ദ്രതയും ജനസംഖ്യയുടെ കണക്കുമൊക്കെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ വളരെ മനോഹരമായിരിക്കും. അതിൻ്റെ കൂടെയാണ് ഈ വർഷത്തെ മൺസൂൺ നമ്മെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 21% കേരളത്തിൽ പോലും മഴ കുറഞ്ഞ് 10-30% മഴ കുറഞ്ഞിട്ടുണ്ട്. ഡാമുകളിൽ ഇനി ഒരു 21% വെള്ളമേ ഉള്ളൂ. അപ്പോൾ വലിയ തോതിലാണ് ഇന്ത്യയിലും നമ്മുടെ രാജ്യത്ത് മണ്ണൊലിച്ചു പോകുന്നതും വെള്ളമില്ലാതാകുന്നതും. ഇത് അതീവ ഗുരുതരമായ ലാൻഡ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റിലേക്ക് രാജ്യം പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾ, നീർത്തടാധിഷ്ഠിത വികസന പരിപാടികൾ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ മഴവെള്ള സംഭരണ പരിപാടികൾ, അതുപോലെ തന്നെ പുതിയ നൂതന കൃഷിരീതികൾ, ഭൂജല പരിപോഷണ പരിപാടികൾ, കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഭൂജലം എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, അങ്ങനെ തുടങ്ങി 100 കണക്കിന് പരിപാടികൾ. ഇന്ത്യയിൽ ഒരു ലാൻഡ് ലിറ്ററസി പരിപാടി പോലുള്ള ഒരു പരിപാടിയുടെ സാധ്യതയിലേക്കാണ് ഇന്ത്യ ചൂണ്ടുന്നത്. വലിയ തോതിലാണ് ഇത്. നമ്മളാരും പറയുന്ന കണക്കല്ല. ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഔദ്യോഗികമായി ലൈഫ് ഫോർ ലൈഫ് സ്റ്റൈൽസ് ഫോർ എൻവയോൺമെൻറ്റ് എന്ന പേരിൽ കൃത്യമായി നടപ്പിലാക്കുന്ന ലൈഫ് എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പുറത്തുവിട്ട ഡോക്യുമെൻറ്റും ഡേറ്റയും വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ കൃത്യമായി ഇന്ത്യയുടെ 1/3 ലാൻഡ് ഡീഗ്രേഡ്, 1/3 ഭൂമി ഡീഗ്രേഡ് ചെയ്യുന്നു, നശിച്ചു കൊണ്ടിരിക്കുന്നു. മൊത്തം ഭൂമിയും വരൾച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ GDP-യിൽ മുകളിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ലോക്കൽ സയൻസിൽ വരെ മുന്നിലെത്തി നിൽക്കുന്ന ഒരു സമൂഹമാകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഗൗരവതരമായ വിഷയം, അത് കർഷകരെ ബാധിക്കുന്ന വിഷയം, കന്നുകാലി സമ്പത്തിനെ ബാധിക്കുന്ന വിഷയം, നമ്മളെ പരിസ്ഥിതിയെ ബാധിക്കുന്ന വിഷയം, ജലത്തെ, മണ്ണിനെയൊക്കെ ബാധിക്കുന്ന വലിയ ഒരു ഭാരതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമയബന്ധിതമായ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള വിപുലമായ പദ്ധതികൾ ഇന്ത്യ മഹാരാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിൽ ഉണ്ടായില്ലെങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ കണക്കുകൾ നമ്മോട് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ നല്ലൊരു ശതമാനം ലാൻഡും
30% വരുന്ന, അതായത് 1/3, മൂന്നിലൊന്ന് വരുന്ന ലാൻഡ് നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന ഭീകരമായ വാർത്തയാണ്. പക്ഷേ ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വളരെ ഏറെ പരിതാപകരമായ കാര്യം. എത്ര പേർ കാണും അല്ലെങ്കിൽ എത്ര പേർ ഷെയർ ചെയ്യും എന്നുള്ളതൊന്നുമല്ല, ഈ വിഷയങ്ങളും കേരള സമൂഹം അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം വീഡിയോകൾ കൂടി ചെയ്യുന്നത്.